മൈക്കൽ കിങ് ഓഫ് പോപ്പിനെ നൈസായിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊരു പറയാനാ അണ്ണാ, ഈ മ്യൂസിക് ബയോപിക് എന്നൊക്കെ പറഞ്ഞ് കുറെ പടങ്ങൾ ഇപ്പോ വരുന്നുണ്ടല്ലോ. എൽവിസും ബോബ് മാർലിയും ഒക്കെ വന്നു പോയി. പക്ഷേ നമ്മുടെ എം.ജെ. ഖവ എന്ന് പറഞ്ഞാൽ സംഗതി വേറെയാണ്. അവന്മാരെ ഏകദേശം $170 മില്യൺ വാരിയെറിഞ്ഞ് എടുത്ത പടമാണ്. ആ കാശ് പടത്തിൽ കാണാനുമുണ്ട്. നമ്മുടെ ജാഫർ അണ്ണൻ പുലിയാണ്. മെയിൻ റോൾ ചെയ്തത് എം.ജെയുടെ സ്വന്തം അണ്ണാച്ചിയുടെ മോൻ ജാഫർ ജാക്സൺ ആണ്. കക്ഷി എം.ജെയുടെ അച്ചുതണ്ട് തന്നെ. ആ സ്റ്റേജിലെ മൂൺവാക്കും പാട്ടും കണ്ട് കണ്ണ് തള്ളിപ്പോയി അണ്ണ. കക്ഷിയുടെ ആ ചിരിയും വർത്തമാനവും ഒക്കെ കണ്ടാൽ നമ്മുടെ മൈക്കൽ തന്നെ നേരിട്ട് വന്നതാണെന്നേ തോന്നു. ജാഫർ നൈസായിട്ട് ആ റോൾ അങ്ങ് കയ്യിലെടുത്തു. കൊച്ചു പയ്യനും മോശമല്ല. മൈക്കലിന്റെ കുട്ടിക്കാലം ചെയ്ത ആ പയ്യൻ ജൂലിയാനോ ഉണ്ടല്ലോ, അവൻ പണ്ട് ആ പഴയ എം.ജെ ചെയ്തതുപോലെ തകർത്തു. വീട്ടിലെ കഷ്ടപ്പാടും അവന്റെ ആ കഴിവും ഒക്കെ അവൻ അങ്ങട് കാച്ചിവിട്ടിട്ടുണ്ട്. അച്ഛനായിട്ട് വന്നവൻ കട്ട നെഗറ്റീവാണ്. അവനെ കാണുമ്പോഴേ ഒരുമാതിരി കലിപ്പ് കേറും. മമ്മയായിട്ട് വന്ന നിയ ലോങ് നമ്മളെ അങ്ങട് ഇമോഷണലാക്കി കളഞ്ഞു. പടത്തിന്റെ ഗുമ്മും കുറവും. പല പടങ്ങളും വെറും പാട്ട് മാത്രം വെച്ച് വെറുപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ലൊരു കഥ ഇതിനുണ്ട്. സ്റ്റേജിലെ ആ ലൈറ്റും പാട്ടും ഒക്കെ തിയേറ്ററിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൽ അങ്ങ് ലയിച്ചു പോകും. പക്ഷെ കുറച്ചു സീനുകൾ അങ്ങ് വലിച്ചു നീട്ടിയ പോലെ ഒരു തോന്നിവാസം ഇല്ലാതില്ല. കുറച്ചു സൈഡ് എഫക്ട്സ്. ആ കുരങ്ങൻ ലയഹേശത് മൈക്കലിന്റെ കുരങ്ങൻ ബബിൾസിനെ കാണിച്ചത് ഒടുക്കത്തെ CGI ലയ ആണ്. അത് കാണുമ്പോൾ ശരിക്കും ഒരു മാതിരി ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെ തോന്നി. വീട്ടുകാരുടെ പിണക്കം. മൈക്കലിന്റെ മോൾക്കും ജാനറ്റ് ചേച്ചിക്കുമൊന്നും ഈ പടം അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. പുള്ളിയുടെ ചീത്ത വശങ്ങളൊക്കെ ഒഴിവാക്കി നല്ലത് മാത്രം കാണിച്ചു എന്നാണവർ പറയുന്നത്. ലാഗ്. അച്ഛൻ ഇട്ടു തല്ലുന്ന സീനൊക്കെ കുറെ വരുന്നുണ്ട്. അത് പിന്നെയും പിന്നെയും കാണുമ്പോൾ നമുക്കൊരു ലാഗ്. അതൊക്കെ ഒന്ന് വെട്ടിക്കളയാമായിരുന്നു. ഫൈനൽ സെറ്റപ്പ്. ചുരുക്കി പറഞ്ഞാൽ സംഭവം ഒരു മാസ്റ്റർ ക്ലാസ് ഐറ്റമാണ്. എം.ജെയെ പറ്റി കൂടുതൽ അറിയാൻ ഈ പടം നമ്മളെ അങ്ങ് സഹായിക്കും.